വളരെ ഐക്യത്തോടെ പോയിക്കൊണ്ടിരുന്ന കത്തോലിക്ക സഭ. മറ്റു പല സഭകളിലും കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു, അവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, നമ്മുടെ സഭ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. യാക്കോബായ സഭ മെത്രാൻ കക്ഷി ഒക്കെ ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ സഭ ആണ് ഏറ്റവും ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ ഒരു പ്രത്യേകതയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ താന്നു തീരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം വന്നു. എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്കൊന്ന് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. സത്യസന്ധമായിട്ട് പരിശോധിച്ചാൽ നമ്മൾ വളരെ പ്രാർത്ഥന കത്തോലിക്ക സഭ ൽപ്പെട്ട ആൾക്കാർ മുതൽ ഇപ്പോൾ ഉള്ള കത്തോലിക്ക സഭയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടത് മാർപ്പാപ്പ പറയുന്ന ആള് അവസാന വാക്കും ആദ്യ വാക്കും. ഇപ്പോൾ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഏകീകൃത കുർബാനയുടെ കാര്യം പറഞ്ഞു, അത് എല്ലാ പള്ളികളിലും ചൊല്ലണമെന്ന് പറഞ്ഞു. പല പള്ളികളിലും അത് ചൊല്ലാതിരിക്കുന്നു, അച്ഛന്മാർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെയുള്ള മെത്രാന്മാർ സമ്മതിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ബിഷപ്പുമാർക്ക് മാർപ്പാപ്പ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ അവർ അങ്ങനെ നിൽക്കും. അവരിലും ആശയത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ പെട്ടെന്ന് പൊടുന്നനെ ഏകീകൃത കുർബാന വേണമെന്ന് മാർപ്പാപ്പ ശഠിക്കുന്നത്? അവിടെ നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റില്ല. നമ്മുടെ സഭയിൽ വളരെ ഇതായിട്ട് ആത്മാർത്ഥമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ തമ്മിൽ വിവിധ പ്രവർത്തനവും വഴക്കവും ഉണ്ടാകാൻ കാരണം എവിടെ നിന്നാണ് തുടക്കം? എന്താണ്? അതിന് ഒരു പരിഹാരം വേണമല്ലോ, എന്തിനൊരു പരിഹാരം വേണമല്ലോ. എന്നാലും എല്ലാവരും ഏകീകൃത കുർബാനയായിട്ട് മുന്നോട്ട് പോവുക, അത് നല്ല വഴിയാണ്. അല്ല എങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോകാം, അപ്പോഴും കുഴപ്പമില്ല. ഇത് രണ്ടും അല്ലാത്തൊരു കണ്ടീഷനിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരസ്പരം വിശ്വാസമില്ലായ്മ. വിശ്വാസികൾക്ക് എന്തും പറയാമെന്നോ തോന്നൽ, അച്ഛന്മാരോടോ അല്ലെങ്കിൽ തിരുമേനിമാരോടോ മെത്രാന്മാരോടോ ബിഷപ്പുമാരോടോ ഒന്നും ബഹുമാനമില്ലായ്മ, ആദരവില്ലായ്മ. അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും പണത്തോടുള്ള ആർത്തി മൂത്താൽ, അതിൽ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പലതും വിസ്മരിക്കും. ആത്മാരുടെ ക്ഷേമവും ആത്മാരുടെ സന്തോഷവും അവരുടെ വിശ്വാസത്തേക്ക് മുറിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അവിടെ കെമിസ്ട്രി ഉണ്ടാക്കിയാലൊന്നും എത്രമാത്രം രൂപപ്പെടുമെന്ന് അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. പിതാക്കന്മാരെല്ലാം സങ്കടത്തിലാണ്. എന്നാൽ വിവിധ പ്രവർത്തനം നടത്തുന്ന അച്ഛന്മാരോടൊപ്പം നിൽക്കാൻ അവർ ഉത്സാഹം കാണിക്കുന്നുമുണ്ട്. അവിടെയാണ് വല്ലാത്തൊരു വൈതരണി വന്നിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ യേശുദമ്പുരാനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസികൾ ദൈവത്തിൽ, യേശുദമ്പുരാനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നില്ല, ആത്മാർത്ഥമായ ഒരു വിശ്വാസം വരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. ഒരു വിഭാഗം ആൾക്കാർ, വിവിധ അച്ഛന്മാർ പറയുന്നതാണ് ശരിയെന്നും അവരോടൊപ്പം കുറേ കന്യാസ്ത്രീകളും ഉണ്ട്. ആൾക്കാരെ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു വിഭാഗം ആൾക്കാർ അവിടെയുണ്ട്, ഒരു വിഭാഗം ആൾക്കാർ ഇവിടെയുണ്ട്. ഇനി മറ്റൊരു ഗ്രൂപ്പ് വേറൊരു ഉണ്ട്, സമാധാന പ്രേമികളായിട്ടുള്ള കുറേ ആൾക്കാർ വേറെയുണ്ട്. ഇതിൽ രണ്ടിലും പെടാത്തവർ. എനിക്ക് തോന്നുന്നത് ഇതിൽ രണ്ടിലും പെടാത്തവരായിരിക്കും കൂടുതൽ. അവർ മിണ്ടുന്നില്ല, അവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പ്രതികരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ, ഞാനായിട്ട് ഒന്നിനും പോകണ്ട, നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള സമാധാനപ്രേമികളായ ആൾക്കാർ ഒന്നിലും പെടാതെ അവർ പ്രാർത്ഥനയും വിശ്വാസമായിട്ട് നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവർ പുറത്തേക്കേ പറയുന്നില്ല, ആർക്കു വേണ്ടി ആരും സംസാരിക്കുന്നു പോലുമില്ല. അവർ വീട്ടിൽ ഇരുന്നാലും പ്രാർത്ഥിക്കും, പള്ളിയിൽ പോയാലും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ഫലം അവർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ച് യേശുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു തരും. ശത്രുതാ മനോഭാവങ്ങൾ മാറി എല്ലാവരും ഏക മനസ്സോടെ
ദൈവത്തെ സ്നേഹിക്കാനും ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ കുത്താട്ടുളത്തുന്നു വർഗീസ് കുട്ടി കുറ്റിച്ചിറ.